പുതിയ ചീഫ് സെക്രട്ടറിയായി ശാരദ മുരളീധരനെ നിയമിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. നിലവിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു ഓഗസ്റ്റ് 31 വിരമിക്കുന്ന ഒഴിവിലേക്കാണ് നിയമനം. ഒളിമ്പിക്സ് മെഡൽ ജേതാവ് PR ശ്രീജേഷിന് 2 കോടി രൂപ പാരിതോഷികം നൽകാനും തീരുമാനിച്ചു. VA ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഗിരീഷ്, എന്തൊക്കെയാണ് മന്ത്രിസഭാ തീരുമാനം? വേണു, ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം അടുത്ത ചീഫ് സെക്രട്ടറിയുടെ നിയമനം സംബന്ധിച്ചാണ്. അടുത്ത ചീഫ് സെക്രട്ടറിയായി അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനെ നിയമിക്കാനാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ പ്ലാനിംഗ് വിഭാഗത്തിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ശാരദാ മുരളീധരൻ. നിലവിലുള്ള ചീഫ് സെക്രട്ടറി ഡോക്ടർ B വേണു ഓഗസ്റ്റ് 31 വിരമിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ നിയമനം. ഡോക്ടർ B വേണുവിന്റെ ഭാര്യ കൂടിയാണ് ശാരദാ മുരളീധരൻ. അതോടൊപ്പം 2024 പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി ടീം അംഗമായ PR രാജേഷിന് 2 കോടി രൂപ അനുവദിക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പാരിതോഷികമായിട്ടാണ് ഈ തുക അനുവദിക്കുക. അതോടൊപ്പം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ സൂചിപ്പിച്ചിരുന്നു, ഓണവുമായി ബന്ധപ്പെട്ട സൗജന്യ ഓണക്കിറ്റ് വിതരണം നൽകാനുള്ള തീരുമാനം. AAI കാർഡ് ഉടമകൾക്ക്, ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാർക്കും 13 അവശ്യ സാധനങ്ങൾ അടങ്ങിയ സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്യാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന് 34.29 കോടി രൂപ മുൻകൂറായി സപ്ലൈകോയ്ക്ക് അനുവദിക്കാനും തീരുമാനിച്ചു. 5,99,000 കിറ്റുകളാണ് ഇത്തവണ വിതരണം ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം മന്ത്രിസഭാ യോഗം എടുത്തത് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ അധിക തസ്തികകൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. 513 സർക്കാർ സ്കൂളുകളിലായി 957 അധിക തസ്തികകളും 699 എയ്ഡഡ് സ്കൂളുകളിലായി 1368 അധിക തസ്തികകളും അനുവദിക്കുന്നതിനാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. പ്രതിമാസം 8,47,74,200 രൂപയുടെ അധിക സാമ്പത്തിക ബാധ്യതയാണ് ഇതിലൂടെ സംസ്ഥാനത്തുണ്ടാകുന്നത്. 2023 ഒക്ടോബർ 1 മുതലുള്ള മുൻകാല പ്രാബല്യത്തോടെയാണ് ഈ തസ്തികകൾ നിലവിൽ വരിക. വേണു, ശരി. VA ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.